ഹലോ ഗൈസ്, വെൽക്കം ബാക്ക് ടു ബൈ ബ്രൂസ്കി. അപ്പോൾ ഇന്ന് ഒരു 6:15 ഓൺലൈൻ പോയിട്ടാ. യൂബറും റാപ്പിഡോയും ഓൺലൈൻ ഒരു 6:15 പോയപ്പോൾ തന്നെ ഒരു റൈഡ് അടിച്ച് നമുക്ക് പള്ളിമുക്കാണ് ഞാൻ കണ്ടത്. അപ്പോൾ ഒരു 7.5 കിലോമീറ്റർ 8 കിലോമീറ്ററൊക്കെ ഉണ്ടാവണം, ശ്രദ്ധിച്ചില്ലേ? അപ്പോൾ പിക്കപ്പിലേക്ക് പോകാനായിട്ട് ഒരു 1.8 കിലോമീറ്റർ ഉണ്ടായി, 2 കിലോമീറ്റർ അടുത്തുണ്ട്. അപ്പോൾ നമുക്ക് ആളെ പിക്ക് ചെയ്തിട്ട് നമുക്ക് ഡ്രോപ്പ് ഓഫിൻ്റെ അവിടെ ചെന്നിട്ട് നമുക്ക് എത്ര കിട്ടി നോക്കാം. രാവിലെ തന്നെ അടിച്ച ഫസ്റ്റ് റൈഡാണ്ട് ഞാൻ ഓണാക്കിയുള്ളൂ. അപ്പോൾ തന്നെ നമ്പർ ഒറ്റ അടി അടിച്ച്. അപ്പോൾ അത് ഞാൻ എടുത്തു. രാവിലെ തന്നെ റൈഡ് എടുത്തില്ലെങ്കിൽ ഒരു ഇതാണ്, അപ്പോൾ ഞാൻ എടുത്തത്. അപ്പോൾ നമുക്ക് ലൊക്കേഷനിൽ പോയി ആളെ പിക്ക് ചെയ്യാം. ഗൈസ്, അപ്പോൾ അത് നമ്മുടെ ജനറൽ ഹോസ്പിറ്റലിലേക്കായിരുന്നു, നമ്മുടെ എറണാകുളം ഹോസ്പിറ്റലിലേക്കായിരുന്നു. ഒരു 7.55 കിലോമീറ്റർ ഉണ്ടായി, 132 രൂപ ആയി. 132 രൂപ നമുക്ക് കിട്ടിയതിന്. ഗൈസ്, ഞാൻ അവിടെ ചെന്നപ്പോൾ എൻ്റെ ഇത് കാണുന്നത് ഫ്രീ ഇഡ്ഡലി എല്ലായിരിക്കും. നമ്മുടെ ഹോസ്പിറ്റലിലുള്ള എല്ലാവർക്കും അതൊക്കെ ഒരു സഹായമായിരിക്കും. ഒരു ചേച്ചിയും ചേട്ടനും കൂടി എല്ലാവർക്കും ഫ്രീ ആയിട്ട് ഇഡ്ഡലി കൊടുക്കുന്നുണ്ട്, രാവിലത്തെ ഫുഡ്. അവിടെ 11ാമത്തെ വർഷമെന്നാണ് പറഞ്ഞത്. നമ്മളപ്പോൾ ഇപ്പോൾ വടുതല എത്തിയിട്ടുണ്ട്. നമ്മുടെ എറണാകുളം സൗത്ത് റെയിൽവേ സ്റ്റേഷനിൽ നിന്ന് നമുക്ക് കിട്ടിയത് 6.43 കിലോമീറ്റർ ഉണ്ടായി. 142 രൂപ കിട്ടി ഞങ്ങൾക്ക്. ടോട്ടൽ 135 നമുക്ക് കസ്റ്റമറുടെ നിന്നും 7 രൂപ സർജും. 142 രൂപ ടോട്ടൽ കിട്ടിയിട്ടുണ്ട്. സമയം ഇപ്പോൾ 8:05 ആയിട്ടാണ്. ഇതിന് മുമ്പ് യൂബറിൽ ഒരു റൈഡ് കിട്ടിയായിരുന്നു. അവിടെ നിന്ന് നമ്മുടെ ദർബാർ ഹാളിൽ നിന്ന് വളഞ്ഞമ്പലം വരെ 1 കിലോമീറ്റർ ഉണ്ടാവുള്ളൂ. പിക്കപ്പും അതേപോലെ ഒരു 500 മീറ്റർ ഉണ്ടായുള്ളൂ. ഒരു 2 കിലോമീറ്റർ താഴെ 75 രൂപ നമുക്ക് കിട്ടി. അതിൻ്റെ മുമ്പ് മറ്റേ എറണാകുളം ആശുപത്രിയിൽ നമ്മൾ ആക്കിയില്ലേ, അതിന് ഞാൻ സൗത്ത് റെയിൽവേ സ്റ്റേഷനിൽ പോയി ഒരു 1 മണിക്കൂറോളം പോസ്റ്റ് അടിച്ച് നിന്ന്. റൈഡൊന്നും കിട്ടണ്ടായില്ല. എന്താണ് ട്രെയിൻ വരുമെന്ന് വിചാരിച്ച് ഞാൻ അവിടെ കുറേ നേരം വെയിറ്റ് ചെയ്തിരുന്നു. പക്ഷേ റൈഡൊന്നും കിട്ടിയില്ല. പിന്നെ 1/2 മണിക്കൂർ വെയിറ്റ് ചെയ്ത് കഴിഞ്ഞിട്ടാണ് ഈ 75 രൂപ ഇത് കിട്ടി വെച്ചത്. എന്നിട്ട് അതിന് വളഞ്ഞമ്പലത്തിൽ നിന്ന് ഞാൻ തിരുവുള്ളൂ, ഇതേപോലെ 500 മീറ്ററൊക്കെ ഉള്ളൂ. അപ്പോൾ സൗത്ത് റെയിൽവേ സ്റ്റേഷനിൽ വന്നപ്പോഴാണ് ഈ വടുതലയിലേക്കുള്ള ഒരു റൈഡ് കിട്ടിയത്. അപ്പോൾ സമയം ഇപ്പോൾ 8:06. നമുക്ക് ഇനി അടുത്ത റൈഡ് നോക്കാം. ഗൈസ്, അപ്പോൾ ഇവിടെ നിന്ന് തന്നെ നമുക്കിപ്പോൾ ഒരു റൈഡ് കിട്ടിയിട്ടുണ്ട്. എത്ര കിലോമീറ്ററാ? ഒരു 300 മീറ്ററേ ഉള്ളൂ പിക്കപ്പിലേക്ക് പോകാനായിട്ട്. അപ്പോൾ നമുക്ക് ആളെ പിക്ക് ചെയ്തിട്ട് എവിടേക്കാന്ന് നോക്കാം. ഒരു 2 കിലോമീറ്റർ സംതിങ് ആണ്, 2 സംതിങ് ആണ് നമുക്ക് കണ്ടത് ഡ്രോപ്പ് ഓഫ്. അപ്പോൾ നമുക്ക് നോക്കാം എവിടേക്കാണ്. അപ്പോൾ കല്ലൂർ ജംഗ്ഷനിലേക്കായിരുന്നു. ഒരു 2.6 കിലോമീറ്റർ ഉണ്ടായി. ഒരു 75 രൂപ നമുക്ക് ആ റൈഡ് കിട്ടിയത്. വെച്ച് 80 രൂപ ഒരു പെണ്ണായിരുന്നട്ടാ, 80 രൂപ ഇട്ടായിരുന്നു. നമുക്ക് ഇനി അടുത്ത റൈഡ് നോക്കാം. സമയം 8:20. ആ റൈഡ് നമ്മൾ കംപ്ലീറ്റ് ചെയ്ത്. അത് വളഞ്ഞമ്പലത്തേക്കായിരുന്നു. അത് എത്ര കിലോമീറ്റർ ആയിരുന്നു? 5.27 കിലോമീറ്റർ ഉണ്ടായിട്ടോ. 93 രൂപ കിട്ടിയുള്ളൂ. ഇപ്പം സമയം 8:42. എറണാകുളം സൗത്തിൽ റെയിൽവേ സ്റ്റേഷൻ്റെ അവിടെ ഞാൻ വന്നിട്ടുണ്ട്. ഇവിടെ നല്ല റൈഡ് ഇട്ടോ നോക്കല്ലേ, നമുക്ക് നൈസായിട്ട് വല്ലയിടത്ത് പോവാം. ഇപ്പോൾ സൗത്ത് റെയിൽവേ സ്റ്റേഷൻ്റെ അവിടെ നിന്ന് ഒരു വയസ്സായ അപ്പൂപ്പൻ ഈ നമ്മുടെ എറണാകുളം ടെമ്പിൾ അമ്പലം വരെ ഒന്ന് വരാനായിരുന്നു. തൊട്ടടുത്താണ്, 1 കിലോമീറ്റർ ഉള്ളൂ. അപ്പോൾ ഓട്ടോക്കാരൊന്നും അങ്ങനെ ആക്കൂല, തൊട്ടടുത്തായതുകൊണ്ട്. അപ്പോൾ ഞാൻ ആ പുള്ളീനാക്കാൻ ചേച്ചി പുള്ളീനോട് ആക്കി. അപ്പോൾ അത് ഇവിടെ നമ്മുടെ മറ്റേ ഇത് തന്നെ ഉണ്ട്, മറ്റേ വാട്ടർഫോൾ എക്സ്പോ സെറ്റപ്പ് ആക്കിയൊക്കെ വെച്ചേക്കണത്. അതേപോലെ നമ്മൾ ഇങ്ങനെ വെള്ളച്ചാട്ടം ശരിക്കും വീഴണ പോലെ സെറ്റപ്പൊക്കെ തോന്നിക്കുമെന്നൊക്കെയാണ് പറഞ്ഞത് നമ്മുടെ 2 ചേട്ടന്മാർ. ഇവർ ഇവിടെ പെരുമ്പാവൂരാണെന്ന് തോന്നുന്നു. പെരുമ്പാവൂർ ഇവർ നടത്തിയായിരുന്നു. അത് അടിപൊളിയായിരുന്നൊക്കെയാണ് പറഞ്ഞത് മിക്കവരും. എത്രാം തീയതിയാണിത്? ഡേറ്റ് കൊടുത്തിട്ടില്ലേ. എന്തായാലും കുറച്ച് അടുത്ത 2-3 ആഴ്ചത്തിനുള്ളിൽ ഉണ്ടാവും.
അപ്പോൾ ടെമ്പിളിൻ്റെ അവിടെ നിന്ന് നമുക്ക് ഒന്ന് ഇത്തിരി മുന്നോട്ട് ഇറങ്ങിയപ്പോൾ തന്നെ നമുക്ക് റൈഡ് കിട്ടിയല്ല 300 മീറ്റർ ഉണ്ടായുള്ളൂ. മറ്റേ പനമ്പള്ളിയാറിലേക്കായിരുന്നു നമുക്ക്. പനമ്പള്ളിയാർ റീജിയണൽ പാസ്പോർട്ട് ഓഫീസുണ്ട്, ഒന്നാട് നമുക്ക് കിട്ടിയത്. ഒരു 3.11 കിലോമീറ്റർ ഉണ്ടായി. അത് 72 രൂപ കസ്റ്റമറുടെ നിന്നും 7 രൂപ മറ്റേ സർജു റാപ്പിഡോയിൽ സർജ് ഉണ്ടാവും. അത് നമുക്ക് ഒരു നല്ല കാര്യം. അപ്പോൾ 9 മണി. ഓക്കെ ഓക്കെ, നമുക്ക് ഈ ഊബറിലൊരു റൈഡ് കിട്ടിയിട്ടുണ്ട്. നമുക്ക് ആളപ്പിക്കാൻ പോകുക. എന്താ ഇവിടെ നിന്ന് ഇങ്ങനെ അങ്ങനെ പോയാൽ മതി, ആളപ്പിക്കാൻ പോകാം. അപ്പോൾ അത് നമ്മുടെ സൗത്ത് ബസ് സ്റ്റാൻഡില്ലേ, ബസ് സ്റ്റാൻഡ് അടുത്തായിരുന്നു കേട്ടോ. ഒരു 3.37 കിലോമീറ്റർ ഉണ്ടായി, 82 രൂപ. കുഴപ്പമില്ല. അപ്പോൾ നമുക്കിനി അടുത്ത റൈഡ് ഓർമ്മ കിട്ടിയിട്ടുണ്ട്. അവിടെ നിന്ന് അടുത്തുനിന്ന് തന്നെ നമുക്ക് എവിടേക്കാന്ന് നോക്കാം. റേസ് അപ്പോൾ ആ റൈഡ് നമുക്ക് കിട്ടിയത് രഘുപുരത്തേക്കായിരുന്നു. അതൊരു 2.7 കിലോമീറ്റർ ഉണ്ടായി. 82 ഇത് കാണിക്കണം. 87 രൂപ മേടിച്ച് ബാക്കി ഊബർ മുക്കി. അപ്പോൾ നമുക്ക് ഇനി അടുത്ത റൈഡ് നോക്കാം. സൗത്ത് റെയിൽവേ സ്റ്റേഷനിൽ നമുക്ക് റൈഡ് ചെയ്യാന്ന്. അതിൻ്റെ മുമ്പ് ഒരു റൈഡ് ചെയ്യാന്ന് ഞാൻ ക്യാൻസൽ ചെയ്ത്. അപ്പോൾ ഇത് നമ്മുടെ മറൈൻ ഡ്രൈവിൽ നമ്മുടെ ഇതില്ലേ കോടതിൻ്റെ അങ്ങാടായിരുന്നു. 1.39 കിലോമീറ്റർ ഉണ്ടായിരുന്നു. സുമാര് 78 കാണിക്കണത്. 82 രൂപ കാണിച്ച് അവരുടെ നിന്ന് മേടിച്ച് ബാക്കി യൂബർ പിന്നെയും മുക്കി. യൂബർ നല്ല ഇതാണല്ലോ മുക്കാനുള്ള. ഇപ്പോൾ അപ്പോൾ നമുക്കിനി അടുത്ത റൈഡ് നോക്കാം. സൗത്ത് റെയിൽവേ സ്റ്റേഷനിൽ നമുക്ക് കിട്ടിയത് നമ്മുടെ രഘുപുരത്തേക്കായിരുന്നു. 2 കിലോമീറ്റർ ഉണ്ടായുള്ളൂ. 82 രൂപ കിട്ടി നമുക്ക്. എൻ്റെ അടുക്ക റാപ്പിഡോയിൽ ഒരു റൈഡ് കിട്ടിയായിരുന്നു കേട്ടോ. അത് ഞാൻ പോണ വഴിക്കായിരുന്നു. ഇവിടെ നിന്ന് 200 സംതിങ്ങിൻ്റെ നമ്മുടെ ഫോട്ടോ കൊച്ചിയിലേക്കായിരുന്നു. ഞാൻ ഇപ്പോൾ വരാമെന്ന് പറയാം. പുള്ളിക്കാരനെ ഞാൻ ഫ്രണ്ടിലേക്ക് പോയപ്പോൾ തന്നെ ക്യാൻസൽ ചെയ്ത് കളഞ്ഞു. അല്ലെങ്കിൽ ആ റൈഡ് നമുക്ക് പോകായിരുന്നു. അപ്പോൾ നമുക്ക് ഇനി അടുത്ത റൈഡ് നോക്കിക്കാം. ഇപ്പോൾ സൗത്ത് റെയിൽവേ സ്റ്റേഷനിൽ നിന്ന് നമുക്ക് പനമ്പള്ളിയാറിലേക്ക് ഒരു റൈഡ് കിട്ടിയായിരുന്നു. അത് 1.9 കിലോമീറ്റർ ഉണ്ടായുള്ളൂ. 71 രൂപ കിട്ടിയ റൈഡ്. ഇപ്പോൾ പനമ്പള്ളിയാറിൽ നിൽക്കുന്നു നമ്മൾ. ഷൂട്ടിങ് കിടക്കുന്നുണ്ട്. അപ്പോൾ ഞാൻ ഈ റെയിൽവേ സ്റ്റേഷനിലേക്ക് പോകണ വഴിക്ക് രാവിലെ ആക്കി ആ പൂപ്പനൊക്കെ ഉണ്ട്. വീണ്ടും ഒന്ന് ഓടുമ്പോഴേക്ക് തരും. അപ്പോൾ മറ്റേ ഓട്ടോ സെൻറ്ററിലാക്കി തരാമെന്ന് പറഞ്ഞ ഓട്ടോ സെൻറ്ററിലാക്കി കൊടുത്ത് വയസ്സായ പൂപ്പൻ. നമുക്ക് അടുത്ത റൈഡ് നോക്കാം. പനമ്പള്ളിയാറിൽ നിന്ന് പനമ്പള്ളിയാറിൽ തന്നെ നമുക്ക് കിട്ടിയത് 2 കിലോമീറ്റർ എന്ന് ഇതിൽ കാണിച്ചു. പക്ഷേ 2 കിലോമീറ്റർ ഒന്നും ഓടിയൊന്നുമില്ല. 400 മീറ്റർ വിളിക്കാനും 700 മീറ്റർ ആക്കാനും അത്ര ഉണ്ടായുള്ളൂ. 71 രൂപ കിട്ടിയതിൽ. അപ്പോൾ അത് ചാർജ് ഒരു 2 ഘട്ടമായിട്ടുണ്ട്. ഇനി ഇതൊരു 20 കിലോമീറ്റർ നമുക്ക് ഓടിക്കാം. പിന്നെ വീട്ടിലേക്കുള്ള ഇതിടാമാണ്. ഇന്നാണെങ്കിൽ 4 ഘട്ടം ഉണ്ടായുള്ളൂ. എന്താ വെച്ചാൽ ഇന്നലത്തെ ബാക്കി ഉണ്ടായി. ഞാൻ പിന്നെ കുത്തിയിട്ടില്ല, ഫുള്ളാക്കാനായിട്ടില്ലായിരുന്നു. അപ്പം ഇന്ന് നമുക്ക് വീട്ടിലേക്കുള്ള ഇടാം. സമയം 10:30 കേട്ടോ. ഓക്കെ പൈസ. ഇപ്പോൾ പനമ്പള്ളി ഇതൊക്കെ കഴിഞ്ഞ് ഞാൻ പയ്യെ നൈസായിട്ട് വീട്ടിലേക്ക് പോകാനുള്ള രീതിയിൽ നിന്നപ്പോഴത്തേക്കും നമുക്ക് ഇളംകുളത്ത് നിന്ന് റൈഡ് കിട്ടിയത് നമ്മുടെ എരൂരിലേക്കായിരുന്നു. അത് കിലോമീറ്റർ 6.88 ഉണ്ടായി. 96 റൈഡ് ചെയ്യുള്ളൂ. അപ്പോൾ എന്തായാലും വീട്ടിൽ പോകണമായിരുന്നു. അപ്പോൾ അത് എടുത്ത് അവിടെ കൊണ്ടുപോയി. അതിന് വണ്ടി കൊണ്ടുപോയി കുത്തി ചാർജ് ചെയ്യാനിട്ട്. പിന്നെ അതിന് ഒരു 3 മണിക്കൂർ ഇപ്പോൾ എൻ്റെ വെറുതെ പോയി. ഞാൻ മുടി വെട്ടാനായിട്ട് പോയതാണ്. ഭയങ്കര തിരക്കായിരുന്നു. പെരുന്നാളൊക്കെ അല്ലേ. അപ്പോൾ മുടി വെട്ടാനായിട്ട് പോയിട്ട് 3 മണിക്കൂറായി. ഇപ്പോഴാണ് വന്നത്. ഇപ്പോൾ സമയം 3:30. 1 മണിക്കും കഴിഞ്ഞ് പോയതാണ്. അപ്പോൾ 3.5 മണിക്കൂർ. അപ്പോൾ നമുക്കിനി ഓൺലൈൻ പോവാം. ഓൺലൈൻ പോയിട്ട് നോക്കാം റൈഡ്. ഇത് ഉച്ചവരെ ഉള്ളതാണ് കേട്ടോ. 564. ഞങ്ങൾക്ക് റൈഡ് നോക്കാം വരുമെന്ന്. ഓക്കെ വന്ന് നിങ്ങളുടെ സൗത്ത്. ഓക്കെ നമുക്ക് അളപ്പിക്കാൻ പോവാം. പൈസ ഇപ്പോൾ 6 റൈഡ് കഴിഞ്ഞിട്ടുണ്ട്. 180 രൂപ 6 റൈഡ് കിട്ടി നമുക്ക്. ഒരു
11 കിലോമീറ്റർ ഉണ്ടായി. 11 കിലോമീറ്ററാണ് 150. അവർ 140 ഇട്ടിട്ട് പോയേക്കാണ്. എടുത്തപ്പോൾ 140 എന്തോ പറഞ്ഞല്ല. ഞാൻ വിചാരിച്ചു വണ്ടാറ്. എന്നിട്ട് ഇതേ ഇപ്പം 150 രൂപ കിട്ടിയാൽ മതി. 150 കുറവാണ്. 11 കിലോമീറ്ററൊക്കെ വല്ല 250 270 മേടിക്കണം. ഞാൻ എന്ത് ചെയ്യാനാ, ഈ ഉച്ച ടൈമിലൊക്കെ ഭയങ്കര കുറവായിരിക്കും. അപ്പം നമുക്ക് ഇനി അടുത്ത റൈഡ് നോക്കാം. സമയം ഇപ്പം 4:07 അരമണിക്കൂർ എടുത്ത് നല്ല ബ്ലോക്കായിരുന്നു. ഞാൻ ഒത്തിപ്പൊളിച്ചാൽ വന്നത് വന്നിട്ടാണ്. അപ്പോൾ നമുക്ക് ഇനി അടുത്ത റൈഡ് നോക്കാം. ഓക്കെ.